ശ്രദ്ധിക്കുക, നമ്മൾ ഇംഗ്ലീഷിൻ്റെ 7ാമത്തെ പാഠത്തിലേക്ക് കടക്കുകയാണ്. ഇംഗ്ലീഷിൻ്റെ 7ാമത്തെ പാഠം റീഡിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് എന്ന പാഠമാണ്. ശ്രദ്ധിച്ചിരിക്കുക. സെക്ഷൻ 1, നമ്മൾ സെക്ഷൻ 1ലേക്ക് പോവുകയാണ്. ബിഫോർ എക്സാമിനേഷൻസ് മെനി സ്റ്റുഡൻസ് ആർ അണ്ടർ ട്രമൻഡസ് സ്ട്രെസ്. പരീക്ഷ ആരംഭിക്കുന്നതിന് മുൻപ് കുട്ടികൾക്ക് ഭയാനകമായ അല്ലെങ്കിൽ വളരെ വലിയ സ്ട്രെസ്സ് ഉണ്ടാകുന്നത്. ട്രമൻഡസ് എന്ന് പറഞ്ഞാൽ വളരെ വലിയ. അപ്പോൾ ഒരുവിധം കുട്ടികൾക്കെല്ലാം തന്നെ വളരെ വലിയ സ്ട്രെസ്സ് ഉണ്ടാകുന്നത്. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാനസികമായ സംഘർഷം. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ദ സ്റ്റുഡൻസ് ഹൂ ആർ സ്ട്രെസ്ഡ്. എന്നാൽ കുട്ടികൾ മാത്രമല്ല സ്ട്രെസ് അനുഭവിക്കുന്നത്. ടീച്ചേഴ്സ് ആൻഡ് പേരൻസ് ടു ഫേസ് ദ സെയിം സിറ്റുവേഷൻ. കുട്ടികളും മാതാപിതാക്കളും അതുപോലെ തന്നെ ടീച്ചേഴ്സും ഇതേ അവസ്ഥ അനുഭവിക്കുന്നുണ്ട്. മാതാപിതാക്കൾക്ക് സ്ട്രെയിൻ ഉണ്ടാകുന്നു, കുട്ടികൾക്ക് സ്ട്രെയിൻ ഉണ്ടാകുന്നു, അതുപോലെ തന്നെ ടീച്ചേഴ്സിനും സ്ട്രെയിൻ ഉണ്ടാകുന്നു. 2ാമത്തെ പാരഗ്രാഫ് ശ്രദ്ധിക്കുക. വൈ ഡു പീപ്പിൾ ഗെറ്റ് സ്ട്രെസ്ഡ്? എന്തുകൊണ്ടാണ് ആളുകൾ സ്ട്രെസ്സ് അനുഭവിക്കുന്നത്? എങ്ങനെയാണ് സ്ട്രെസ് ഉണ്ടാകുന്നത്? അഡോൾസൻസ് മീൻസ് കൗമാരക്കാർ ആർ ഫേസ്ഡ് വിത്ത് ദി ഡിമാൻഡ്സ് ഓഫ് ദെയർ ഡെവലപ്മെൻ്റൽ ടാസ്ക്സ് ആൻഡ് ദാറ്റ് ഓഫ് എ കോംപ്ലക്സ് സൊസൈറ്റി. അപ്പോൾ നമ്മുടെ ഈ സമൂഹം എന്ന് പറയുന്നത് വളരെ സങ്കീർണമായ ഒരു സമൂഹമാണ്. ഒരുപാട് പ്രശ്നങ്ങളുള്ള, ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നിറഞ്ഞ വളരെ സങ്കീർണമായ ഒരു സമൂഹമാണ് ഇപ്പോൾ നമുക്കുള്ളത്. അപ്പോൾ ഈ സങ്കീർണമായ സമൂഹത്തിൽ അഡോൾസൻസ് ആർ ഫേസ്ഡ് വിത്ത് ദി ഡിമാൻഡ്സ് ഓഫ് ദർ ഡെവലപ്മെൻ്റൽ ടാസ്ക്സ്. അവരനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് വളർച്ചയുടെ ഉത്തരവാദിത്തങ്ങളാണ്. ഡെവലപ്മെൻ്റൽ ടാസ്ക്സ് ആണ്. ടാസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തെങ്കിലും ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്തമാണ്. ആ വളർച്ചയുടെ ഉത്തരവാദിത്തമാണ് അവർ അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം. എന്താണ് ആ വളർച്ചയുടെ ഉത്തരവാദിത്തങ്ങളെന്ന് നമ്മൾ നോക്കാം. ദേ നീഡ് ടു അക്വയർ സ്കിൽസ് ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് എമർജ് ഇൻ ടു എ അഡൾട്ട്ഹുഡ് അൺഅഫക്റ്റഡ് ബൈ ദീസ് ഡിമാൻഡ്സ്. അപ്പോൾ എന്താണ് അവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം? ദേ നീഡ് ടു അക്വയർ സ്കിൽസ്. അവർക്ക് അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ പല കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഒരുപാട് കഴിവുകൾ അവർ നേടിയെടുക്കേണ്ടതുണ്ട്, അവർക്കുണ്ടാവേണ്ടതുണ്ട്. ഈ കൗമാര കാലഘട്ടത്തിൽ പല അഡ്ജസ്റ്റ്മെൻറ്റുകൾക്കും അവർ തയ്യാറാവേണ്ടതുണ്ട്. ഇൻ ടു അഡൾട്ട്ഹുഡ് അൺഅഫക്റ്റഡ് ബൈ ദീസ് ഡിമാൻഡ്സ്. എന്നാൽ പ്രായപൂർത്തിയായവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള വലിയ ഡിമാൻഡുകൾ അവരെ ബാധിക്കുന്നില്ല. കാരണം അവരെ കാലഘട്ടം കഴിഞ്ഞു. കൗമാരക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ നിരവധിയായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് തയ്യാറാവേണ്ടതുണ്ട്. If they lack these skills or if too many demands are made on them. ഇനി അവർക്ക് ഇത്തരം കഴിവുകൾ ഇല്ല എങ്കിൽ, കൗമാരക്കാരെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള കഴിവില്ലാതെ വരികയും ടൂ മെനി ഡിമാൻഡ്സ് ആർ മെയ്ഡ് ഓൺ ദം, നിരവധിയായിട്ടുള്ള ആവശ്യങ്ങൾ അവരുടെ മേൽ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുമ്പോൾ, കൂടുതൽ കാര്യങ്ങൾ അവരോട് ആവശ്യപ്പെടുമ്പോൾ ദേ ഫെയിൽ, അവർ പരാജയപ്പെടുന്നു. സ്റ്റുഡൻസ് ആർ ആങ്ഷ്യസ്. സ്റ്റുഡൻസിന് എന്ത് സംഭവിക്കുന്നു? വളരെ ആങ്ഷ്യസ് ആണ്. ആസ് ദേ ആർ വറീഡ് അബൌട്ട് വെദർ ദേ വുഡ് ബി ഏബിൾ ടു ലീവ് അപ്പ് ടു ദി എക്സ്പെക്റ്റേഷൻസ് ഓഫ് ദെയർ പീഴ്സ്, പേരൻസ്, ടീച്ചേഴ്സ്. അപ്പോൾ സ്റ്റുഡൻസിൻ്റെ ഏറ്റവും വലിയ ആങ്സൈറ്റി എന്ന് പറയുന്നത്, അവർ പൊതുവെ ആങ്ഷ്യസ് ആണ്, കൂടാതെ ഉത്കണ്ഠ നിറഞ്ഞവരാണ്. രണ്ടാമത് അവർ വറിയാവുന്നു, അവർ വേവലാതിപ്പെടുന്നു. എന്തിനെക്കുറിച്ച് വേവലാതിപ്പെടുന്നു? എക്സ്പെക്റ്റേഷൻസ് ഓഫ് ദെയർ പീഴ്സ്, തങ്ങളുടെ കൂട്ടുകാരുടെ പ്രതീക്ഷയ്ക്കൊത്ത് അല്ലെങ്കിൽ അവരോടൊപ്പം എത്താൻ പറ്റുമോ എന്നവർ അറിയാവുന്നു. അതുപോലെ തന്നെ പേരൻസ് ആൻഡ് ടീച്ചേഴ്സ്, മാതാപിതാക്കളുടെയും ടീച്ചേഴ്സിൻ്റെയും പ്രതീക്ഷയ്ക്കൊത്ത് എത്താൻ പറ്റുമോ എന്ന് അവർ ഉത്കണ്ഠപ്പെടുകയും ആകുലപ്പെടുകയും വേവലാതിപ്പെടുകയും ചെയ്യുന്നു. ഇനി പറയുന്നത് വളരെ പ്രധാനപ്പെട്ട പോയിൻറ്റ്സാണ്. ഒപ്റ്റിമൽ ആങ്സൈറ്റി മോട്ടിവേറ്റ്സ് ആൻഡ് കീപ് ദം എഹെഡ് വൈൽ ഓവർ ആങ്സൈറ്റി ഈസ് ഡിസേബിളിങ്. ഒപ്റ്റിമൽ ആങ്സൈറ്റി എന്താണ്? ഒപ്റ്റിമൽ ആങ്സൈറ്റി എന്ന് പറഞ്ഞാൽ അനുകൂലമായ ഉത്കണ്ഠ അവരെ എന്ത് ചെയ്യുന്നു? മോട്ടിവേറ്റ്സ് ആൻഡ് കീപ് ദം എഹെഡ്
അവരെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. എന്ന് പറഞ്ഞാൽ അനുകൂലമായ ഉത്കണ്ഠ, ആവശ്യത്തിനുള്ള ഉത്കണ്ഠ, അതാണ് ഒപ്റ്റിമൽ ആങ്സൈറ്റി എന്ന് പറയുന്നത്. ആവശ്യത്തിനുള്ള ഉത്കണ്ഠ അവരെ മുന്നോട്ട് നയിക്കാൻ പ്രാപ്തമാക്കുന്നു, അവരെ സഹായിക്കുന്നു. എന്നാൽ വൈൽ ഓവർ ആങ്സൈറ്റി ഈസ് ഡിസേബിളിങ്, എന്നാൽ അമിതമായ ഉത്കണ്ഠ, ഓവർ ആങ്സൈറ്റി അവരെന്ത് ചെയ്യുന്നു? ഡിസേബിളിങ് ചെയ്യുന്നു, ദുർബലപ്പെടുത്തുന്നു. അപ്പോൾ രണ്ട് തരം ആങ്സൈറ്റിയെക്കുറിച്ച് നമ്മൾ പഠിച്ചു. എന്താണ്? ഒപ്റ്റിമൽ ആങ്സൈറ്റിയും ഉണ്ട്, ഓവർ ആങ്സൈറ്റിയും ഉണ്ട്. ഓവർ ആങ്സൈറ്റി ആവശ്യമില്ലാത്ത സംഭവമാണ്, അത് ഒരു കുട്ടിയെ ദുർബലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഒപ്റ്റിമൽ ആങ്സൈറ്റി മോട്ടിവേറ്റ്സ് ആൻഡ് കീപ് ദം എഹെഡ്, മുന്നോട്ട് പോകാൻ അവർക്ക് സഹായകമാകുന്ന ഒരു തരം ആങ്സൈറ്റിയാണ്. ഇനി നെക്സ്റ്റ് പാരഗ്രാഫ് ചെയ്യുക. ആങ്സൈറ്റി ഈസ് കണ്ടേജിയസ് ആൻഡ് പാസസ് ഓൺ ടു അതർ സ്റ്റുഡൻസ്. ഇനി എന്താണ് ആങ്സൈറ്റിയുടെ ഒരു പ്രത്യേകത? അത് കണ്ടേജിയസ് ആണ്. കണ്ടേജിയസ് മീൻസ് പകരുന്നതാണ്. അത് എങ്ങോട്ട് പകരുന്നു? പാസസ് ഓൺ ടു അതർ സ്റ്റുഡൻസ്. ഒരു കുട്ടിക്ക് ആങ്സൈറ്റി വന്നു കഴിഞ്ഞാൽ അത് മറ്റു കുട്ടികളിലേക്കും പകരുന്നു. സ്വാഭാവികമായിട്ട് ഒരു കുട്ടിക്ക് ഭയങ്കരമായ ഉത്കണ്ഠയാണ്, അത് അവൻ ഷെയർ ചെയ്ത് മറ്റേ കുട്ടികൾക്കും ആ ഉത്കണ്ഠ ഉണ്ടാവാൻ തുടങ്ങുന്നു. കുട്ടികൾക്ക് മാത്രമല്ല, ടീച്ചേഴ്സ് ആൻഡ് പേരൻസ്, അത് മാതാപിതാക്കൾക്കും ഉത്കണ്ഠ ഉണ്ടാക്കും, അതുപോലെ തന്നെ ടീച്ചേഴ്സിലേക്കും പകരുന്നു. അപ്പോൾ ഒരു കുട്ടിക്കുണ്ടാകുന്ന ഉത്കണ്ഠ വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കളിലേക്കും അതുപോലെ തന്നെ ടീച്ചേഴ്സിലേക്കും പകരുന്ന ഒന്നാണ് ആങ്സൈറ്റി എന്ന് പറയുന്നത്. അഡോൾസൻസ് വെൻ സ്ട്രെസ്ഡ് ഔട്ട്, അവർ സ്ട്രെസ് അനുഭവിക്കുമ്പോൾ, മാനസിക സംഘർഷം അനുഭവിക്കുമ്പോൾ, കൗമാരക്കാർ ടെൻഡ് ടു പെർസീവ് എവരിത്തിങ് ആസ് ആൻ എമർജൻസി. എല്ലാം അടിയന്തരമായിട്ടാണ് അവർ കാണുന്നത്, എല്ലാം അത്യാവശ്യമുള്ളത്. ഭയങ്കര തിരക്കായിരിക്കും. എന്താണ് അവർക്ക് ആങ്സൈറ്റി ഉണ്ടാകുമ്പോൾ അവർ കൂടി വെപ്രാളം പിടിക്കുന്നു, തിരക്ക് കൂട്ടുന്നു, എല്ലാം അടിയന്തരമായിട്ടുള്ളതും എല്ലാം ചെയ്തു തീർക്കേണ്ടതും കൂടി ഒരു വെപ്രാളമാണ് അവർക്ക് ഉണ്ടാകുന്നത്. സം ഓഫ് ദീസ് റീസൺസ് ഫോർ ഇൻക്രീസിങ് ഇൻ സ്ട്രെസ് ലെവൽ ആർ ഐഡൻറ്റിറ്റി ക്രൈസിസ്. ഇങ്ങനെ സ്ട്രെസ് ലെവൽ ഉയരാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന ഐഡൻറ്റിറ്റി ക്രൈസിസ് ആണ്. ഐഡൻറ്റിറ്റി ക്രൈസിസ് എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായ തിരിച്ചറിവ്, തനിക്ക് തന്നെക്കുറിച്ചുള്ള ഒരു ആത്മവിശ്വാസം അതില്ലാതെ പോകുന്നു. ഐഡൻറ്റിറ്റി ക്രൈസിസ് എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായ പ്രശ്നങ്ങളാണ്. ദേ നീഡ് ടു മേക്ക് കരിയർ ഓറിയൻറ്റഡ് ഡിസിഷൻസ്. എങ്ങനെയാണ് ഈ ഐഡൻറ്റിറ്റി ക്രൈസിസ് ഉണ്ടാകുന്നത്? ദേ നീഡ് ടു മേക്ക് കരിയർ ഓറിയൻറ്റഡ് ഡിസിഷൻസ്. അവർക്ക് അവരുടെ ഭാവി തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഭാവിയിൽ പഠിക്കേണ്ടത് എന്നുമായി ബന്ധപ്പെട്ട് ഒക്കെയുള്ള ഡിസിഷൻസ് എടുക്കേണ്ടി വരുന്നു, അല്ല, എന്ത് പഠിക്കണം, എന്താവണം എന്നിങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള ഡിസിഷൻസ് എടുക്കേണ്ടി വരുന്നു. അതുപോലെ തന്നെ ടീച്ചേഴ്സ് ആൻഡ് പേരൻസ് ആറ്റിറ്റ്യൂഡ് ആൻഡ് പിയർ പ്രഷർ, കൂട്ടുകാരുടെ പ്രഷർ, അതുപോലെ തന്നെ ടീച്ചേഴ്സിൻ്റെയും പേരൻസിൻ്റെയും മനോഭാവം, ഇവയെല്ലാം ഇവരിൽ വലിയ സ്ട്രെസ് ഉണ്ടാക്കുന്നു. ദ ഇന്നേബിലിറ്റി ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് പേരൻസ് ഓൾസോ പ്ലേസ് എ മേജർ റോൾ. മാതാപിതാക്കളുമായി ഷെയർ ചെയ്യാൻ കഴിയാത്ത അവസ്ഥ, മാതാപിതാക്കളുമായി കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയും കുട്ടികളിൽ എന്തുണ്ടാകുന്നു? വലിയ സ്ട്രെസ്സിന് കാരണമാകുന്നു. അടുത്ത പാരഗ്രാഫിലേക്ക് പോവുകയാണ്. ഗുഡ് മെമ്മറി ഡിപ്പെൻഡ്സ് അപ്പോൺ എ ഗുഡ് ബ്രെയിൻ. നല്ല ബ്രെയിനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്? നല്ല മെമ്മറി നിൽക്കുന്നത്. അപ്പോൾ നല്ല മെമ്മറി ഉണ്ടാവണമെങ്കിൽ നല്ല ബ്രെയിൻ ഉണ്ടാവണം, നല്ല ഓർമ്മശക്തി ഉണ്ടാവണമെങ്കിൽ നല്ല ബ്രെയിൻ ഉണ്ടാവണം. ദ ബ്രെയിൻ നീഡ്സ് എ ഗുഡ് സപ്ലൈ ഓഫ് ഓക്സിജൻ. ബ്രെയിൻ എന്ത് വേണം? നല്ല രൂപത്തിലുള്ള സപ്ലൈ വേണം. എന്തിൻ്റെ സപ്ലൈ വേണം? ഓക്സിജൻ്റെ സപ്ലൈ വേണം, ഗ്ലൂക്കോസിൻ്റെ സപ്ലൈ വേണം, കാൽസ്യം, ഫോസ്ഫറസ് ആൻഡ് അയൺ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം, ഈ മൂലകങ്ങളെല്ലാം ബ്രെയിന് ആവശ്യാനുസരണം കിട്ടിക്കൊണ്ടിരിക്കണം. സോ മേക്ക് ഷുവർ യു സിറ്റ് ഇൻ എ വെൽ വെൻറ്റിലേറ്റഡ് പ്ലേസ് വെൻ സ്റ്റഡിങ്. നിങ്ങൾ ഉറപ്പാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ വളരെ കാറ്റും വെളിച്ചവുമുള്ള മുറിയാണ്, കാറ്റ് കടന്നു വരാൻ കഴിയുന്ന മുറിയാണ് എന്ന് ഉറപ്പാക്കണം. യുവർ ഡയറ്റ് ഷുഡ് ഇൻക്ലൂഡ് മിൽക്ക്. നിങ്ങളുടെ ഭക്ഷണത്തിൽ നിങ്ങൾ എന്ത് ഉൾപ്പെടുത്തണം? പാൽ ഉൾപ്പെടുത്തണം, ചീസ് വെണ്ണ ഉൾപ്പെടുത്തണം, വാൾനട്ട് ഉൾപ്പെടുത്തണം, വീറ്റ് ജാംസ്. വീറ്റ് എന്താണ്? ഗോതമ്പ്, അല്ലേ?
അതുപോലെ തന്നെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, നല്ല പച്ചക്കറികൾ, ഇലക്കറികൾ കൂട്ടണം. അതുപോലെ റാഗി ആൻഡ് ഡേറ്റ്സ്, ഈന്തപ്പഴവും റാഗിയും ഉൾപ്പെടുത്തണം. ഇതെല്ലാം നിങ്ങളുടെ ഭക്ഷണത്തിൽ നിർബന്ധമായും ഉൾപ്പെടുത്തണം. ഡു നോട്ട് ഫോർഗെറ്റ് ദാറ്റ്, നിങ്ങൾ മറക്കാൻ പാടില്ലാത്തൊരു കാര്യം, ബ്രേക്ക്ഫാസ്റ്റ് ഈസ് ദ ബ്രെയിൻ ഫുഡ്. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ബ്രെയിൻ ഫുഡാണ്. അതുകൊണ്ട് തന്നെ ഫാറ്റി മീൽസ്, അപ്പോൾ അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കാൻ പാടില്ല. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ബ്രെയിൻ ഫുഡാണ്. രാവിലെ കഴിക്കുന്ന ഭക്ഷണം ബ്രെയിനെ കണ്ടമാനം അഫക്റ്റ് ചെയ്യുന്ന ഭക്ഷണമാണ്. കാരണം രാവിലെ ഭക്ഷണം കഴിച്ചിട്ടാണ് കുട്ടികൾ സ്കൂളിൽ പോകുന്നത്. രാവിലെ ഭക്ഷണം കഴിക്കാതെ പോകുന്ന കുട്ടികൾക്ക് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാവാൻ കഴിയില്ല. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഈസ് ദ ബ്രെയിൻ ഫുഡ് എന്നാണ് പറയുന്നത്. ഫാറ്റി മീൽസ് കൊഴുപ്പുള്ള ഭക്ഷണം, അതുപോലെ തന്നെ ഷുഗർ ആൻഡ് ആസിഡ്സ് ലൈക്ക് ഹെവി കാൽസ്യം ഫ്രം ദി സിസ്റ്റം. അപ്പോൾ എന്താണ്, നമ്മുടെ ബ്രെയിനിൻ്റെ സിസ്റ്റത്തിൽ നിന്ന് എന്ത് നഷ്ടപ്പെടുത്തി കളയും? ബ്രെയിൻ ആവശ്യമുള്ള ഒരു സാധനമാണ് കാൽസ്യം എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ കാൽസ്യത്തെ നീക്കിക്കളയുന്ന ഘടകങ്ങളാണ് പഞ്ചസാര, അതുപോലെ തന്നെ കൊഴുപ്പ്, അതുപോലെ തന്നെ ആസിഡ്, അച്ചാറുകൾ, ഈ പറഞ്ഞ സാധനങ്ങൾ എല്ലാം. ഡയറ്റ്സ് റിച്ച് ഇൻ ഫൈബർ ലൈക്ക് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഹെൽപ്പ് ടു റെഡ്യൂസ് സ്ട്രെസ്. അപ്പോൾ സ്ട്രെസ്സ് കുറയണമെങ്കിൽ നമ്മുടെ ഡയറ്റ്സ് മീൻസ് ആഹാരക്രമത്തിൽ എന്ത് ഉൾപ്പെടുത്തണം? റിച്ച് ഇൻ ഫൈബർ ലൈക്ക് ഫ്രൂട്ട്സ്, നാര് ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തണം. നാര് ഭക്ഷണങ്ങൾ ഏതിൽ നിന്നാണ് കിട്ടുന്നത്? ഫ്രൂട്ട്സ്, പഴങ്ങൾ, വെജിറ്റബിൾസ്, പച്ചക്കറികളിൽ നിന്ന് കിട്ടുന്നു. ഇത് സ്ട്രെസ്സിനെ ഒരു പരിധിവരെ ഇല്ലായ്മ ചെയ്യാൻ കഴിയുന്നു. ഗുഡ് കോൺസെൻട്രേഷൻ, അടുത്ത പാരഗ്രാഫിലാണ്. ഗുഡ് കോൺസെൻട്രേഷൻ ഈസ് ദ ഇമ്പോർട്ടൻറ്റ് ടു ഇംപ്രൂവ് ദി മെമ്മറി. മെമ്മറി വർദ്ധിപ്പിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം എന്ന് പറയുന്നത് ഗുഡ് കോൺസെൻട്രേഷൻ ആണ്. നല്ല ശ്രദ്ധയുണ്ടാവണം, പഠിപ്പിക്കുന്ന കാര്യങ്ങളിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം. ലേണിംഗ് ആൻഡ് മെമ്മറൈസിങ് ബൈ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് റീകോളിങ് വാട്ട് വൺ ഹാസ് ലേൺഡ് ഇൻ ഹെൽപ്ഫുൾ. പഠിക്കുകയും ഓർമ്മിക്കുകയും മനസ്സിലാക്കുകയും. എങ്ങനെ മനസ്സിലാക്കണം? ബൈ അണ്ടർസ്റ്റാൻഡിങ്, മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കുകയും ഓർമ്മിക്കുകയും ചെയ്യണം. മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കുകയും ഓർമ്മിക്കുകയും ചെയ്യണം. റീകോളിങ്, വീണ്ടും വീണ്ടും ഓർക്കണം. വാട്ട് വൺ ഹാസ് ലേൺഡ് ഈസ് ഹെൽപ്ഫുൾ. അപ്പോൾ എന്താണ് പഠിച്ചതെന്ന് വീണ്ടും വീണ്ടും ഓർക്കണം. രണ്ടാമത്തെ കാര്യം, മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കണം. ഓർഗനൈസിങ് ആൻഡ് ഫ്രെയിമിങ് എ ലോജിക്കൽ റിലേഷൻഷിപ്പ് ഈസ് ഇമ്പോർട്ടൻറ്റ്. പഠിച്ച കാര്യങ്ങളെ ക്രമപ്പെടുത്തണം, അത് ഓർഗനൈസ് ചെയ്യണം. അതിനൊരു ക്രമവും ചിട്ടയും ഉണ്ടാവണം പഠിച്ച കാര്യങ്ങൾക്ക്. കൂടാതെ തന്നെ പഠിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു ലോജിക്കൽ റിലേഷൻഷിപ്പ്, നമ്മുടെ യുക്തിക്ക് തോന്നുന്ന ഒരു ബന്ധമുണ്ടാവണം. യുക്തിയുമായി പൊരുത്തപ്പെട്ടു പോകുന്ന രൂപത്തിലായിരിക്കണം പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ക്രമീകരിക്കേണ്ടത്. മാസ്റ്ററി നോട്ട് ജസ്റ്റ് ഓഫ് ദി കോണ്ടൻറ്റ് ഓഫ് ദി സബ്ജക്റ്റ്. അപ്പോൾ ഏതെങ്കിലും വിഷയത്തിൻ്റെ മാസ്റ്റർ ആയിരിക്കുക, അല്ലെങ്കിൽ വിഷയം പൂർണ്ണമായി മനസ്സിലാക്കുക, പഠിക്കുക എന്നുള്ളതല്ല പ്രധാനം. ബട്ട് ഓൾസോ ദ പ്രോസസ് ഓഫ് ആൻസറിങ് ഈസ് ഈക്വലി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മളൊരു വിഷയത്തിൽ മാസ്റ്റർ ആവുക, അല്ലെങ്കിൽ അത് പൂർണ്ണമായി പഠിക്കുക, മാസ്റ്ററി അല്ല ഇമ്പോർട്ടൻറ്റ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് എന്തെന്ന് പറയുന്നത്, ആൻസറിങ് ഈക്വലി ഇമ്പോർട്ടൻറ്റ്. പ്രോസസ് ഓഫ് ആൻസറിങ് ഈക്വലി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് പഠിച്ച കാര്യങ്ങൾ, നമ്മൾ മാസ്റ്റർ ആയ കാര്യങ്ങൾ നമ്മൾ ആൻസർ ചെയ്യാൻ കഴിയുക എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. ആങ്സൈറ്റി, നെക്സ്റ്റ് പാരഗ്രാഫ്. ആങ്സൈറ്റി ആൻഡ് ഫിയർ ഹാംബർ റീകോൾ ആൻഡ് റിസൾട്ട് ഇൻ ദി മെൻ്റൽ ബ്ലോക്ക് ഡ്യൂറിങ് എക്സാമിനേഷൻ. ഇനി പരീക്ഷ സമയത്ത് വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത് ഹാംബർ റീകോൾ, ഓർമ്മശക്തിയെ തടയുന്നു. എന്താണ് തടയുന്നത്? ആങ്സൈറ്റി ആൻഡ് ഫിയർ, ഉത്കണ്ഠയും ഭയവും പരീക്ഷാ സമയത്ത് ഹാംബർ ചെയ്യുന്നു. എന്തിനെ തടയുന്നു? റീകോൾ, ഓർമ്മിക്കുന്നതിനെ തടയുന്നു, ഓർമ്മശക്തിയെ തടയുന്നു. ആൻഡ് റിസൾട്ട് ഇറ്റ് എ മെൻ്റൽ ബ്ലോക്ക് ഡ്യൂറിങ് എക്സാമിനേഷൻ. അപ്പോൾ ഇന്ന് പരീക്ഷാ സമയത്ത് ഒരു മെൻ്റൽ ബ്ലോക്ക് ഉണ്ടാവുന്നു, ഒന്നും ഓർമ്മയില്ല, മൊത്തം സ്റ്റക്കായി പോകുന്ന അവസ്ഥ. അതാണ് മെൻ്റൽ ബ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ മെൻ്റൽ ബ്ലോക്ക് ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഹാംബർ ചെയ്യുന്നതാണ്, റീകോളിനെ ഹാംബർ ചെയ്യുന്നു, റീകോളിനെ തടയുന്നത് കൊണ്ടാണ്, ഓർമ്മശക്തിയെ തടയുന്നത് കൊണ്ടാണ്. അപ്പോൾ ഓർമ്മശക്തിയെ തടയുന്നത് എന്താണ്? ആങ്സൈറ്റി ആൻഡ് ഫിയർ ആണ് ഓർമ്മശക്തിയെ തടയുന്നത്.
വാച്ചിങ് ടെലിവിഷൻ ഫോർ എ ലോങ് ടൈം കുഡ് ലോവർ അക്കാഡമിക് പെർഫോമൻസ്. നിരവധി സമയം ടി വി കാണുന്നത് അക്കാഡമിക് പെർഫോമൻസിനെ വളരെ കുറയ്ക്കുന്നു, അതായത് പഠനകാര്യങ്ങളെ വളരെ പുറകോട്ടടിക്കുന്നു. ഇറ്റ് സ്റ്റീൽസ് എവേ ദ റീഡിംഗ് ടൈം. നമ്മുടെ വായനാ സമയവും പഠന സമയവും അത് മോഷ്ടിച്ചെടുക്കുന്നു, അല്ലെങ്കിൽ അതിനു വേണ്ടി ഉപയോഗിക്കപ്പെടുന്നു. ടൈം മാനേജ്മെൻറ്റ് ഈസ് അബൌട്ട് സെൽഫ് ഡിസിപ്ലിൻ. ടൈം മാനേജ്മെൻറ്റ് ഈസ് അബൌട്ട് സെൽഫ് ഡിസിപ്ലിൻ. ഒരു സെൽഫ് ഡിസിപ്ലിൻ, നമ്മുടെ സ്വയം അച്ചടക്കത്തിൻ്റെ ഭാഗമാണ് ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ടൈം മസ്റ്റ് ബി മാനേജ്ഡ് ബിറ്റ്വീൻ ഫിൽഡ് ആൻഡ് അൺഫിൽഡ് ടൈം. സമയത്തെ നമ്മൾ കൃത്യമായി വേർതിരിക്കണം. രണ്ടായി തിരിക്കാം, ഫിൽഡ് ടൈമെന്നും അൺഫിൽഡ് ടൈമെന്നും വേർതിരിക്കാം. ഫിൽഡ് ടൈം ഈസ് ദ ടൈം സ്പെൻഡ് സ്ലീപ്പിംഗ്, ബാത്തിങ്, ഈറ്റിംഗ്, ഡ്രസ്സിങ് ആൻഡ് അറ്റൻഡിങ് സ്കൂൾ. സ്കൂളിൽ പോകുന്ന സമയം, കുളിക്കുന്ന സമയം, ഭക്ഷണം കഴിക്കുന്ന സമയം, ഡ്രസ്സ് ചെയ്യുന്ന സമയം, ഉറങ്ങുന്ന സമയം, ഇവയൊക്കെ മാറ്റിവെക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. അപ്പോൾ ഇത് നമ്മൾ ഫിൽഡ് ടൈമാണ്. അപ്പോൾ ഫിൽഡ് ടൈം, അത് മാറ്റിവെക്കാൻ കഴിയാത്ത കാര്യങ്ങൾ നമ്മൾ ആ സമയം നമ്മൾ അതിനു വേണ്ടി തന്നെ വിട്ടുകൊടുക്കുന്നു. അതിനെ ഫിൽഡ് ടൈം എന്ന് നമ്മൾ വിളിക്കുന്നു. എ സ്റ്റുഡൻറ്റ് ഹാസ് 10 hours ഓഫ് അൺഫിൽഡ് ടൈം. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു വിദ്യാർത്ഥിക്ക് 10 മണിക്കൂർ അൺഫിൽഡ് ടൈം ഉണ്ടാവും. അൺഫിൽഡ് ടൈം, എന്ത് വേണമെങ്കിലും ചെയ്യാവുന്ന സമയമുണ്ട്, അതാണ് അൺഫിൽഡ് ടൈം എന്ന് പറയുന്നത്. ഹൗ ബെസ്റ്റ് ഈസ് ദ സ്റ്റുഡൻറ്റ് ഗോയിങ് ടു യൂട്ടിലൈസ് ദിസ്. എങ്ങനെയാണ് ഒരു കുട്ടി ഇത് ഫലപ്രദമായി ഉപയോഗിക്കുന്നത്? മേക്ക് എ ടൈം ടേബിൾ ഫോർ ദി 10 hours. ഈ അൺഫിൽഡ് ടൈമായ 10 മണിക്കൂറിന് വേണ്ടി നല്ലൊരു ടൈം ടേബിൾ ഉണ്ടാക്കി കൃത്യമായി ഇത് പാലിക്കുകയാണെങ്കിൽ അവൻ സ്ട്രെസ്സും ആങ്സൈറ്റിയും ഫിയറും ഒന്നുമില്ലാതെ പരീക്ഷയെ അഭിമുഖീകരിക്കാൻ കഴിയുന്നു. അപ്പോൾ ഹൗ ബെസ്റ്റ് ഈസ് ദ സ്റ്റുഡൻറ്റ് ഗോയിങ് ടു യൂട്ടിലൈസ് ദിസ്. ലാസ്റ്റ് പാരഗ്രാഫിലേക്ക് വരികയാണ്. 7 to 8 hours ഓഫ് സ്ലീപ്പ് ഈസ് നെസസറി ഫോർ ഒപ്റ്റിമൽ ഫിസിക്കൽ റെസ്റ്റ് ആൻഡ് ബ്രെയിൻ ഫങ്ഷനിങ്. നമ്മുടെ ബ്രെയിൻ കൃത്യമായി പ്രവർത്തിക്കുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ ശരീരം കൃത്യമായി വിശ്രമിക്കുന്നതിനും നമുക്ക് എന്ത് വേണം? 7 to 8 hours ഓഫ് സ്ലീപ്പ് ഈസ് നെസസറി. 7 മുതൽ 8 മണിക്കൂർ വരെയുള്ള ഉറക്കം അത്യാവശ്യമാണ്. അങ്ങനെ ഉറങ്ങിയാൽ ഫോർ ഒപ്റ്റിമൽ ഫിസിക്കൽ റെസ്റ്റ്, ഏറ്റവും ഉത്തമമായ, അനുകൂലമായ, ഒപ്റ്റിമലായിട്ടുള്ളൊരു ശാരീരിക വിശ്രമം ലഭിക്കുകയും ഇത് ബ്രെയിൻ ഫങ്ഷനെ നന്നായിട്ട് സ്വാധീനിക്കുകയും ചെയ്യുന്നു. എ പോസിറ്റീവ് തോട്ട് ഈസ് ദ സീഡ് ഓഫ് പോസിറ്റീവ് റിസൾട്ട്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, പോസിറ്റീവ് തോട്ട് ഈസ് ദ സീഡ് ഓഫ് എ പോസിറ്റീവ് റിസൾട്ട്. അപ്പോൾ പോസിറ്റീവായ ചിന്തകളാണ് പോസിറ്റീവായ റിസൾട്ടുകളെ ഉണ്ടാക്കുന്നത്. പോസിറ്റീവ് സീഡ് എന്ന് പറഞ്ഞാൽ വിത്താണ്. അപ്പോൾ പോസിറ്റീവായ ചിന്തയുടെ വിത്തുകൾ പോസിറ്റീവായ റിസൾട്ട് ഉണ്ടാക്കുന്നു. ഓൾവേസ് ഫീൽ പോസിറ്റീവ്. എല്ലായ്പ്പോഴും നമ്മൾ പോസിറ്റീവായി ചിന്തിക്കണം. ദിസ് വിൽ ഹെൽപ്പ് ടു ലെസൺ സ്ട്രെസ്. ഇത് നിങ്ങൾക്ക് സ്ട്രെസ് കുറയ്ക്കാൻ സഹായകം ആവുന്നു. ഇഫ് എ സ്റ്റുഡൻറ്റ് ഹാസ് സിംറ്റംസ് ഓഫ് ആങ്സൈറ്റി ഓർ ഡിപ്രഷൻ, ഏതെങ്കിലും ഒരു കുട്ടിക്ക് വലിയ ഡിപ്രഷൻ, വലിയ അപകർഷതാബോധവും അതുപോലെ തന്നെ വലിയ ഉത്കണ്ഠയും ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ കുട്ടി എന്ത് ചെയ്യണം? സീക്ക് മെഡിക്കൽ ഹെൽപ്പ് ഇമ്മീഡിയറ്റ്ലി. കുട്ടിയെ സ്വയം ചികിത്സിക്കാതെ കുട്ടിയെ നല്ലൊരു ഡോക്ടറെ കാണിക്കണം. ഓക്കെ, പാഠം കഴിഞ്ഞു. ഇനി നമ്മൾ ഇൻഡെക്സ് ക്വസ്റ്റ്യൻസ് 7.1 പോവുകയാണ്. ഇൻഡെക്സ് ക്വസ്റ്റ്യൻ 7.1 പോവുകയാണ്. 1 സേ വെദർ ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ ഓർ ഫാൾസ്. തെറ്റോ ശരിയോ എന്ന് പറയുക. താഴെ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് തെറ്റോ ശരിയോ എന്ന് പറയുക എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ചോദ്യമാണ്, ഓൺലി സ്റ്റുഡൻസ് ഗെറ്റ് സ്ട്രെസ്ഡ് ബിഫോർ എക്സാമിനേഷൻ. കുട്ടികൾ മാത്രമാണ് പരീക്ഷയ്ക്ക് മുമ്പ് സ്ട്രെസ് അനുഭവിക്കുന്നത്. അത് ഫാൾസ് ആണ്, അല്ലേ? ഫാൾസ് ആണ്. കാരണം എന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്, കുട്ടികൾ മാത്രമല്ല ടീച്ചേഴ്സും പേരൻസും സ്ട്രെസ്സിന്. ആൻസറിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ചെക്ക് യുവർ ആൻസർ എന്ന ഭാഗം കാണുന്നുണ്ട് 56-ാം പേജിൽ. ആ ആൻസർ ഫാൾസ് ആണ്. സ്റ്റുഡൻസ്, ടീച്ചേഴ്സ് ആൻഡ് പേരൻസ് ആർ സ്ട്രെസ്ഡ് എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. ബി ചോദ്യം, ഫെയിലിയർ ടു കോപ്പ് വിത്ത് ഡെവലപ്മെൻ്റൽ ടാസ്ക് ഈസ് വൺ ഓഫ് ദി സോഴ്സ് ഓഫ് സ്ട്രെസ് ഫോർ അഡോൾസൻസ്. അഡോൾസൻ്റ് കൗമാരക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്ട്രെസ്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉറവിടം എന്ന് പറയുന്നത് ഫെയിലിയർ ടു കോപ്പ് വിത്ത് ഡെവലപ്മെൻ്റൽ ടാസ്ക്, അവരുടെ വളർച്ചയുടെ ഉത്തരവാദിത്തങ്ങൾ കോപ്പ് ചെയ്യുവാൻ, നേരിടുക എന്നാണ് കോപ്പ് എന്ന് പറയുന്നത്, നേരിടുക.
അപ്പോൾ അവരുടെ വളർച്ചയുടെ ഉത്തരവാദിത്തങ്ങളെ നേരിടുവാൻ കഴിയാതെ വരുന്നതാണ്, അവർ ഫെയിലിയർ ആവുന്നതാണ്. എന്തിന് കാരണമാകുന്നത്? അവരുടെ സ്ട്രെസ്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉറവിടം എന്ന് പറയുന്നത് ശരിയാണോ തെറ്റാണോ? അപ്പോൾ അത് ട്രൂ ആണ്, ശരിയാണ്. ഓക്കെ, സി പോയിന്റ് ശ്രദ്ധിക്കുക. എ പേഴ്സൺ ഷുഡ് ലീഡ് എ ടോട്ടലി സ്ട്രെസ് ഫ്രീ ലൈഫ്. ഒരു വ്യക്തിക്ക് പൂർണ്ണമായും സ്ട്രെസ്സില്ലാതെ ജീവിക്കാൻ കഴിയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് തെറ്റാണ്. എത്ര വലിയ ആളാണെങ്കിലും അവർക്ക് സ്ട്രെസ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് ഫാൾസാണ്, തെറ്റാണ്. ആ ചോദ്യം തെറ്റായിട്ടാണ്, ആ സ്റ്റേറ്റ്മെൻറ്റ്, ആ പ്രസ്താവന തെറ്റായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത ഡി പോയിൻറ്റ്സ് ചെയ്യുക. യു ക്യാൻ റെഡ്യൂസ് സ്ട്രെസ് ബൈ ഷെയറിങ് യുവർ ഫീലിങ്സ് വിത്ത് പേരൻസ് ആൻഡ് ഫ്രണ്ട്സ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങളുടെ പേരൻസിനോടും അതുപോലെ തന്നെ ടീച്ചേഴ്സിനോടും ഫ്രണ്ട്സിനോടുമൊക്കെ ഷെയർ ചെയ്താൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ, സ്ട്രെസ് ഒരു പരിധിവരെ കുറയ്ക്കാൻ കഴിയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ശരിയാണോ തെറ്റാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. അടുത്തത് അഡോപ്റ്റിംഗ്, ഈ പോയിൻ്റാണ്. അഡോപ്റ്റിംഗ് ഗുഡ് സ്റ്റഡി ഹാബിറ്റ്സ് ക്യാൻ ബി റെഡ്യൂസ് എക്സാമിനേഷൻ ഫീവർ. പരീക്ഷാ പേടി, അതാണ് എക്സാമിനേഷൻ ഫീവർ. പരീക്ഷാപ്പനിയെ ഒരു പരിധി വരെ കുറയ്ക്കാൻ കഴിയും. എന്ത് ചെയ്താൽ? അഡോപ്റ്റിംഗ് ഗുഡ് സ്റ്റഡി ഹാബിറ്റ്സ്, നല്ല പഠന രീതിയുണ്ടെങ്കിൽ ഒരു പരിധി വരെ എന്ത് ചെയ്യാൻ കഴിയും? കുറയ്ക്കാൻ കഴിയും. പരീക്ഷാ പേടിയെ കുറയ്ക്കാൻ കഴിയുന്നു. ഓക്കെ, രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. പേജ് നമ്പർ 54, രണ്ടാമത്തെ ചോദ്യം. റീഡ് ദി പാസേജ് അഗെയിൻ ആൻഡ് ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് വിത്ത് ദി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് വേർഡ്സ്. അപ്പോൾ നമ്മുടെ പുസ്തകത്തിൽ നിന്നുള്ള വാക്കുകൾ കണ്ടുപിടിച്ചിട്ടാണ്, നമ്മൾ പാഠഭാഗത്തു നിന്നുള്ള വാക്കുകൾ കണ്ടെത്തിയിട്ടാണ് നമുക്കിത് ഫില്ല് ചെയ്യേണ്ടത്. ഇതിന് വാക്കും തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് അനുയോജ്യമായ വാക്ക് ഏതാണെന്ന് നോക്കിയിട്ട് കണ്ടുപിടിച്ച് എഴുതണം. അപ്പോൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഓൾമോസ്റ്റ് എവരി വൺ ഇൻ സൊസൈറ്റി ടുഡേ സഫർ ഫ്രോം. ഒന്നാമത്തെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. നമ്മുടെ സമൂഹത്തിൽ ഏറെക്കുറെ എല്ലാവരും ഇന്ന് എന്തനുഭവിക്കുന്നു? സഫർ ചെയ്യുന്നുണ്ട്. സ്ട്രെസ് എന്നാണ് ഒന്നാമത്തെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോയിൻ്റ് നമ്മൾ എഴുതേണ്ടത് സ്ട്രെസ് എന്നാണ്. ഇനി പെർഹാപ്സ് ദ മോസ്റ്റ് അഫക്റ്റഡ് ആർ സ്റ്റുഡൻസ്, അഡോൾസൻസ്. എന്നാൽ ഇത് കൂടുതലായിട്ടും വളരെ തീവ്രമായിട്ട് എഫക്റ്റ് ചെയ്യുന്നത്, സ്ട്രെസ്സ് തീവ്രമായിട്ട് എഫക്റ്റ് ചെയ്യുന്നത് സ്റ്റുഡൻസിനെയും അഡോൾസൻസിനെയുമാണ്, അല്ലെങ്കിൽ കൗമാരക്കാരെയാണ് എന്ന് ആണ് എഴുതേണ്ടത്. അപ്പോൾ സ്റ്റുഡൻസ്, അഡോൾസൻസ് ആണ് അവിടെ എഴുതേണ്ടത്, രണ്ടാമത്തെ പോയിൻ്റ്. ഇനി ദിസ് ഈസ് ബിക്കോസ് അഡോൾസൻറ്റ് ഹാവ് ടു കോപ്പ് വിത്ത് 2 സെറ്റ്സ് ഓഫ് പ്രോബ്ലംസ് അറ്റ് ദ സെയിം ടൈം. 2 തരത്തിലുള്ള പ്രശ്നങ്ങളെ അഡോൾസൻറ്റിന് അഭിമുഖീകരിക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ, ദ ഡെവലപ്പിംഗ് ടാസ്ക് ദാറ്റ് ദേ നീഡ് ടു ഡു ആസ് എ പാർട്ട് ഓഫ് ദെയർ ഗ്രോവിങ് അപ്പ്. അവരുടെ വളർച്ചയോടൊപ്പം അവരുടെ വളർച്ചയുടെ ചില ഉത്തരവാദിത്തങ്ങളും അവർ നിർവഹിക്കേണ്ടതുണ്ട്. അതാണ് ഒരു പ്രശ്നമെന്ന് പറയുന്നത്. ഇനി എന്താണ് പറയുന്നത്? ആൻഡ് അഡ്ജസ്റ്റിംഗ്. അപ്പോൾ അവർക്ക് 2 പ്രശ്നങ്ങൾ അവന് അഭിമുഖീകരിക്കാനുണ്ട്. അപ്പോൾ 2 ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, ഒന്ന് ഡെവലപ്പിംഗ് ടാസ്ക്സ്, 2 അഡ്ജസ്റ്റിംഗ്. ഇനി ഇൻറ്റു എ കോംപ്ലക്സ് സൊസൈറ്റി, സങ്കീർണമായ സമൂഹമാണ്. സങ്കീർണമായ സമൂഹത്തിൽ അവർക്ക് അനുഭവിക്കേണ്ട പ്രശ്നങ്ങളാണ് അവിടെ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആ പാരഗ്രാഫിലെ നമ്മളിപ്പോൾ ഫില്ല് ചെയ്ത ഭാഗം ഒന്നുകൂടി ശ്രദ്ധിക്കാം. ഒന്നാമത്തെ പോയിൻ്റ് സ്ട്രെസ്സാണ്, രണ്ടാമത്തെ പോയിൻ്റ് സ്റ്റുഡൻസ്, അഡോൾസൻസ് ആണ്, മൂന്നാമത്തേത് ഡെവലപ്പിംഗ് ആണ്, നാലാമത്തേത് അഡ്ജസ്റ്റിംഗ് ആണ്. അടുത്ത പാരഗ്രാഫിലേക്ക് വരിക. ഫർദർ മോർ, എല്ലാത്തിനും ഉപരിയായി, യങ് പീപ്പിൾ ഹാവ് ടു ലീവ് അപ് ടു ദി എക്സ്പെക്റ്റേഷൻസ്. യുവാക്കളെ സംബന്ധിച്ചിടത്തോളം എന്താണ്? പ്രതീക്ഷയ്ക്കൊത്ത് ജീവിക്കുന്നുണ്ട്. ലീവ് അപ് ടു ദി എക്സ്പെക്റ്റേഷൻസ്. ആരുടെ പ്രതീക്ഷയ്ക്കൊത്ത്? ഓഫ് ദെയർ പീഴ്സ്, അവരുടെ സഹപാഠികളുടെ പ്രതീക്ഷയ്ക്കൊത്ത്. അതുപോലെ തന്നെ പേരൻസ്, അവിടുത്തെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ് പേരൻസ് ആൻഡ് ടീച്ചേഴ്സ്. അപ്പോൾ എക്സ്പെക്റ്റേഷൻസും പേരൻസുമാണ് അവിടെ 2 വരുന്നത്.
അഞ്ചാമത്തെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ എക്സ്പെക്റ്റേഷൻസ്, ആറാമത്തേതിൽ പേരൻസ്. ഇനി ദേ ഹാവ് ടു മേക്ക് ഡിഫിക്കൽട്ട് കരിയർ ഓറിയൻറ്റഡ് ഡിസിഷൻസ്. എന്താണ്? അവർക്ക് അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട, അവരുടെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട വളരെ ബുദ്ധിമുട്ട് പിടിച്ച കരിയർ ഓറിയൻറ്റഡ് ഡിസിഷൻസ്, തീരുമാനങ്ങൾ എടുക്കേണ്ടത് ഉണ്ട്. അപ്പോൾ കരിയർ എന്ന് പറഞ്ഞാൽ തൊഴിലാണ് അല്ലേ? അപ്പോൾ ഏഴാമത്തെ പോയിന്റിൽ വരുന്നത്, ഏഴാമത്തെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് കരിയർ എന്നാണ് എഴുതേണ്ടത്. സംടൈംസ് ദേ സഫർ ഫ്രം ഐഡൻറ്റിറ്റി ക്രൈസിസ്. ഐഡൻറ്റിറ്റി എന്നാണ് അവിടെ എഴുതേണ്ടത്. അവരുടെ വ്യക്തിപരമായ പ്രശ്നങ്ങൾ, അവരുടെ വ്യക്തിപരമായ പ്രശ്നങ്ങൾ അവർ അഭിമുഖീകരിക്കേണ്ടി വരുന്നു. ലാസ്റ്റ് പാരഗ്രാഫിലേക്ക് ശ്രദ്ധിക്കുക. ഹൗവർ ഓൾ സ്ട്രെസ് ഈസ് നോട്ട് ബാഡ്. എന്നിരുന്നാലും എല്ലാ സ്ട്രെസ്സും മോശമല്ല. ആൻഡ് ഡാഷ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ഒപ്റ്റിമൽ എന്നാണ് നമ്മൾ അവിടെ എഴുതേണ്ടത്. നമ്മൾ പാഠത്തിൽ പഠിച്ചതാണ് ഒപ്റ്റിമൽ സ്ട്രെസ്സ്. ഒപ്റ്റിമൽ ലെവൽ ഓഫ് സ്ട്രെസ് മോട്ടിവേറ്റിംഗ്. അപ്പോൾ അനുകൂലമായ സ്ട്രെസ്സ് ഒരുതരം പ്രോത്സാഹനമാണ്. വൺ ക്യാൻ കീപ്പ് ആങ്സൈറ്റി ആൻഡ് ഫിയർ എവേ ബൈ ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. നല്ല സംഭാഷണ ചാതുര്യമുണ്ടെങ്കിൽ, കാര്യങ്ങളെ ഷെയർ ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ എന്തു ചെയ്യാൻ കഴിയും? ഒരു പരിധിവരെ സ്ട്രെസ്സിനെ, ഭയത്തെയും ഇല്ലാതെയാക്കാൻ കഴിയും. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്നാണ് അവിടെ നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. ഗുഡ് ഈറ്റിംഗ് ആൻഡ് സ്റ്റഡി ഹാബിറ്റ്സ്. നല്ല പഠന രീതിയും അതുപോലെ തന്നെ നല്ല ഭക്ഷണ രീതിയും സ്ട്രെസ്സിനെ കുറയ്ക്കുമെന്ന് പറയുന്നു. അപ്പോൾ നമ്മൾക്ക് ഒന്നുകൂടി ശ്രദ്ധിക്കാം. ഒന്നാമത്തേതിൽ സ്ട്രെസ്സ്, രണ്ടാമത്തേതിൽ സ്റ്റുഡൻസ്, അഡോൾസൻസ്, മൂന്നാമത്തെ പോയിൻ്റ് ഡെവലപ്പിംഗ്, നാലാമത്തേത് അഡ്ജസ്റ്റിംഗ്, അഞ്ചാമത്തേത് എക്സ്പെക്റ്റേഷൻസ്, ആറാമത്തേത് പേരൻസ്, ഏഴാമത്തേത് കരിയർ, എട്ടാമത്തേത് ഐഡൻറ്റിറ്റി, ഒമ്പതാമത്തെ പറയുന്നു ഒപ്റ്റിമൽ, പത്താമത്തേത് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ഇനി മൂന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. സെലക്ട് എ സ്യൂട്ടബിൾ ടൈറ്റിൽ ഫോർ ദി പാസേജ് ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ. നമ്മൾ പഠിച്ച ഈ പാഠത്തിന് ഒരു പേര് കൊടുക്കണം. നമുക്ക് പേരൊന്നും ഇല്ലായിരുന്നു പാഠത്തിന് അല്ലേ? റീഡിങ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ്, വായിച്ച് മനസ്സിലാക്കാനാണ് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ ഈ പാസേജിന് നല്ലൊരു സ്യൂട്ടബിൾ, സെലക്ട് എ സ്യൂട്ടബിൾ ടൈറ്റിൽ, നല്ല തലക്കെട്ട് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. 3 ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഓപ്ഷനാണ് തിരഞ്ഞെടുക്കേണ്ടത്. എക്സാമിനേഷൻ ഫീവർ, സ്ട്രെസ് ഇൻ മോഡേൺ ലൈഫ്, ടുഡേസ് യൂത്ത്. 3 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും സൂട്ടബിളായിട്ട് തോന്നുന്നതും ആൻസർ പറഞ്ഞുള്ള എക്സാമിനേഷൻ ഫീവർ, പരീക്ഷാ പനി അല്ലെങ്കിൽ പരീക്ഷാ പേടി എന്ന ഹെഡിങ്സാണ്, ടൈറ്റിലാണ് ഏറ്റവും സൂട്ടബിളായിട്ട് തോന്നുന്നത്. അത് നമ്മൾ എഴുതുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അടുത്ത പാഠവുമായിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.